ഒരു മികച്ച മൂവി തന്നെയാണ് ഒഡീസി. അറൗണ്ട് 3 മണിക്കൂറോളം ലെങ്ത് ഉണ്ടെങ്കിലും ഈ ക്രിസ്റ്റഫർ നോളൻ മൂവി നമ്മളെവിടെയും ലാഗ് അടുപ്പിക്കുന്നില്ല. അപ്പോൾ ക്രിസ്റ്റഫർ നോളൻ്റെ ഒരു ട്രേഡ് മാർക്ക് അതിലെ ബ്യൂട്ടി ഷോട്ട്സ് ആണ്. അപ്പോൾ ഷോട്ടിൻ്റെ ഒരു രീതി അല്ലെങ്കിൽ ആ ഷോട്ടിൻ്റെ ഒരു ബ്യൂട്ടി അതൊക്കെ ക്രിസ്റ്റഫർ നോളൻ്റെ ഒരു ട്രേഡ് മാർക്ക് സംഭവങ്ങളാണ്. അതെല്ലാം തന്നെ ഈ പടത്തിൽ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ പടം കണ്ട ഐമാക്സിലല്ല. അപ്പോൾ ഐമാക്സിലെ കൊള്ള റേറ്റ് കാരണം, കൊച്ചി ഐമാക്സിലെ സ്പെസിഫിക്കലി ഉള്ള കൊള്ള റേറ്റ് കാരണം 2000 രൂപയ്ക്കൊന്നും ടിക്കറ്റ് എടുക്കാൻ മനസ്സ് വന്നില്ല. പക്ഷെ എന്നാലും പിന്നീട് ഒരു പ്രീമിയം ലാർജ് എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടത് എപ്പിക് സ്ക്രീനിലാണ്. അതൊരു നല്ല തീരുമാനമാണെന്ന് തോന്നുന്നു. കാരണം എപ്പിക് സ്ക്രീനിൽ ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റി നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പടത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു, എസ്പെഷ്യലി ഇതിൻ്റെ കാസ്റ്റിങ്ങിലാണ്. അപ്പോൾ ആ കാസ്റ്റിംഗ് ഈ പടം കാണുമ്പോൾ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ കിട്ടിയില്ല. എസ്പെഷ്യലി ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഒരു കാസ്റ്റിംഗ് ഒക്കെ അതൊക്കെ എന്തിനും ഓസ്കാറിന് വേണ്ടി മാത്രം നോളൻ ചെയ്തിട്ടുള്ള ഒരു പൊടിക്കൈ പോലെ തോന്നുന്നു. കാരണം പടത്തിൽ അത് ഒരു ഓക്വേർഡ് ആയിട്ടാണ് തോന്നിയത്. ഫേസ് ദാറ്റ് മൂഡ് 1000 ഷിപ്സ് എന്നൊക്കെ പറയുമ്പോൾ ചിരിക്കല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല. അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അപ്പോൾ മ്യൂസിക് ആണെങ്കിലും അത്യാവശ്യം സബ്റ്റിലാണെങ്കിലും നല്ല രീതിയിൽ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ആൾക്കാർ ആക്ടിങ് ആണെങ്കിലും നല്ലപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കഥ എനിക്കറിയില്ല, ഇപ്പോൾ ഈ ഒഡീസിയുടെ കഥ എനിക്കറിയില്ല. ഇപ്പോൾ കുതിരയുടെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റോറി മാത്രമേ എനിക്കറിയുള്ളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പടത്തിലെ കഥ എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു ഫസ്റ്റ് വ്യൂവിങ് എക്സ്പീരിയൻസ് ആ ഒരു എൻഗേജ്മെൻ്റ് ആയിട്ട് എനിക്ക് കിട്ടി. ഇപ്പോൾ കഥ അറിയുന്നവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കഥ അറിയാത്ത ഒരാൾക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഒഡീസി തോന്നിയിട്ടുള്ളത്. അത്യാവശ്യം വലിയ സ്ക്രീനിൽ തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ PXL അല്ലെങ്കിൽ എപ്പിക് സ്ക്രീനുകളിൽ ഐമാക്സ് അവൈലബിൾ അല്ലെങ്കിൽ നോർമൽ സ്ക്രീനിൽ കണ്ടാൽ ഇത്രത്തോളം ഇമ്പാക്റ്റ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല അത്യാവശ്യം നല്ല സൗണ്ടൊക്കെ ഉള്ള തിയേറ്ററിൽ പോയി കാണുക, അതിനൊക്കെ അത്യാവശ്യം പ്രാധാന്യം ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ലൈക്ക് ഒരു സ്ലോ നറേഷനാണ് പടത്തിന് വരുന്നത്. പക്ഷേ എന്നാലും ആ ഒരു ബിൽഡ് ആക്ച്വലി ക്ലൈമാക്സിൽ പേ ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇമോഷണൽ കണക്റ്റ് നമുക്ക് ക്ലൈമാക്സിൽ കിട്ടുന്നുണ്ട്. സോ അതൊക്കെ ഒരു വൻ പോസിറ്റീവായിട്ട് തന്നെ എടുത്ത് പറയേണ്ടതാണ്. സോ കാസ്റ്റിംഗ് ചോയ്സ് മാറ്റി നിർത്തിയ അത്യാവശ്യം നല്ലൊരു മൂവി തന്നെയാണ് ഒഡീസി. സോ മൈ റേറ്റിംഗ് വിൽ ബി 4.5 ഔട്ട് ഓഫ് 5. ആ 0.5 ആ കാസ്റ്റിംഗ് ചോയ്സസിനെ ഒഴിവാക്കുന്നു. ക്രിസ്റ്റഫർ നോളൻ ഹാസ് സ്ട്രക്ക്. പക്ഷേ ഒരു റിപ്പീറ്റ് വാച്ച് എന്നുള്ള സംഭവത്തിന് ഈ പടം ഇല്ല. അത് ക്രിസ്റ്റഫർ നോളൻ്റെ ആ ഒരു ഇൻഡസ്ട്രിയൽ ലെവലിലേക്കൊന്നും എനിക്ക് ഈ പടം തോന്നിയില്ല. സോ ഇറ്റ്സ് എ വൺ ടൈം വാച്ച്, സ്ട്രിക്ട്ലി വൺ ടൈം വാച്ച് ഫോർ മീ. ബട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് ഫിലിം. ഗോ ഫോർ ഇറ്റ്. ഒരു വലിയ സ്ക്രീനിൽ തന്നെ കാണാം.